അങ്ങനെ പോക്കോയുടെ ഭാഗത്തു നിന്നും പോക്കോയുടെ ആദ്യത്തെ 5G ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. സക്സസ്ഫുള്ളായ പോക്കോ M2 Pro എന്നൊരു ഫോണിൻ്റെ സക്സസറായിട്ടാണ് പോക്കോ M3 Pro എന്ന പേരിൽ ഇപ്പോൾ 5G ഫോൺ അവർ പുറത്തിറക്കുന്നത്. ഏതായാലും ഈ ഒരു ഫോണിൻ്റെ ടോട്ടൽ ഒരു സ്പെസിഫിക്കേഷൻ ബേസിലുള്ള ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വെൽക്കം ബാക്ക് ടു മിഷബ് ടോക്സ്. ഇറ്റ്സ് മീ മിഷബ്. ആദ്യം ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഓർക്കുക, ഈ ഒരു ഫോൺ പ്രോ വെർഷനായിട്ട് ഒരു 5G ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇതിലൊരു AMOLED ഡിസ്പ്ലേ ഒന്നും ഇവർ സപ്പോർട്ടായിട്ട് കൊടുത്തിട്ടില്ല. അത് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. എന്നാലും ഒരു മികച്ചൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 400 നിറ്റ്സിൻ്റെ ടൈപ്പ് ബ്രൈറ്റ്നസ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. 5ൻ്റെ പ്രൊട്ടക്ഷനും ഇതിൽ കൊടുത്തിട്ടില്ല. ഏകദേശം 190 ഗ്രാം വെയിറ്റോട് കൂടി 8.9 mm തിക്നെസ്സോട് കൂടിയാണ് ഇതിൻ്റെ വെയിറ്റും മറ്റ് തിക്നെസ്സൊക്കെ വരുന്നത്. അപ്പോൾ ഒരു സഫീഷ്യൻ്റായ ഒരു വെയിറ്റും തിക്നെസ്സൊക്കെയാണ്. 200 ഗ്രാമിന് താഴെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ സഫീഷ്യൻ്റാണ്. അതുപോലെ തന്നെ ഇതിൽ 83.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു നോർമലായ ഒരു സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വലിയൊരു എടുത്തു പറയേണ്ട ഒരു ഡിസ്പ്ലേ ഒന്നുമല്ല, സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത് പോലെ തന്നെയാണ്. ഇതിലും അവർ ഫുള്ള് AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല. അത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നാൽ MediaTekൻ്റെ Dimensity 700 5G എന്നൊരു 7nm ചിപ്സെറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒക്ടാ കോർ പ്രോസസ്സറാണ്. മാലി G57 MC2 ആണ് ഇതിൻ്റെ GPU വരുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11-ൽ ഷോമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയ MIUI 12ഉം ഇതിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു UIയും ഒരു ആൻഡ്രോയിഡ് എക്സ്പീരിയൻസും ഈ ഒരു പ്രൊസസ്സറിനും, അതായത് ഇതിൻ്റെ UI ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസിൻ്റെ സൈഡിൽ നമ്മൾ സഫീഷ്യൻ്റ് ആണ്. ഒരു മികച്ച ഒരു പെർഫോമൻസ് തരുന്ന ഒരു പ്രൊസസ്സർ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ക്യാമറയുടെ സൈഡിലേക്ക് വന്നാൽ 14 മെഗാ പിക്സലിൻ്റെ ഒരു ട്രിപ്പിൾ റിയർ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. 14 മെഗാ പിക്സലിൻ്റെ ഒരു f1.8 വരുന്ന ഒരു വൈഡ് ആംഗിളും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഇല്ല, അത് ഓർത്ത് വെക്കണം. അതൊരു ഡ്രോബാക്കാണ്, ചെറിയൊരു ഡ്രോബാക്കായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ ഇതിൽ നമുക്ക് 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. 1080pയിൽ 120 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ട്രിപ്പിൾ ക്യാമറ ആണെങ്കിലും ഇതിൽ 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ സെൽഫി ക്യാമറയിലേക്ക് വന്നാൽ 8 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് 1080p റെസൊല്യൂഷനിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ക്യാമറയുടെ ഭാഗത്ത് ഒരു സഫീഷ്യൻ്റായ ക്യാമറ സെറ്റപ്പാണ്. 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു ഡ്രോബാക്ക് ഒന്നും ട്രിപ്പിൾ ക്യാമറയിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ഒരു സഫീഷ്യൻ്റായ ഒരു ക്യാമറ ക്വാളിറ്റി, അതായത് ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നാൽ 5000 mAh ഒരു ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. 80 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർമലായ ഒരു സഫീഷ്യൻ്റായ ഒരു ബാറ്ററി സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബാറ്ററിയുടെ ഭാഗത്തും നമ്മൾ യാതൊരുവിധ ഇഷ്യൂസുമില്ല, സഫീഷ്യൻ്റ് തന്നെയാണ്. USB Type-C പോർട്ടാണ് ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. ഫോണിൻ്റെ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 3 കളർ വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. ക്രോം സിൽവർ, ഗ്രാഫൈറ്റ് ഗ്രേ, നെക്റ്റിൻ ബ്ലൂ എന്നീ 3 കളർ വേരിയൻറ്റിലാണ് ഇത് ലഭിക്കുന്നത്. ഇത് നമുക്ക് 3 സ്റ്റോറേജ് വേരിയൻറ്റിൽ ലഭിക്കുന്നുണ്ട്. 4GB 64GB, 4GB 128GB, 6GB 128GB എന്നീ 3 വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. UFS 2.2 ആണ് സ്റ്റോറേജ് ടൈപ്പ് വരുന്നത്. ഇതിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് സിം കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ ഒരു മികച്ച ഒരു നോർമലായ ഒരു സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഒരു സഫീഷ്യൻ്റായ ഒരു സെറ്റപ്പാണ് സ്പെസിഫിക്കേഷൻ ബേസിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ പിന്നൊരു കാര്യം, ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4G ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ ആണെങ്കിലും 5G സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ വില കൂടാനുള്ള സാധ്യത ഉണ്ട്.
അവർ ഇതിൻ്റെ പ്രൈസിങ് കൊടുത്തിട്ടുള്ളത് ഏകദേശം $170 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 16,000 രൂപയാണ് ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് നമുക്ക് 5G ഒക്കെ ലഭിക്കുന്ന ഒരു നോർമലായിട്ടുള്ള ഒരു സെറ്റപ്പിലൊക്കെ ഉള്ള ഒരു ഫോണാണ്. അപ്പോൾ ഒരു മികച്ച ഒരു ഫോൺ തന്നെയാണ്. യാതൊരുവിധ ഇഷ്യൂസൊന്നും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. ഇതിൽ കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് 5G ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നമുക്കത് പരിഹരിച്ചേക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.